ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലും വീടുകളിലും ഒക്കെയുള്ള വീട്ടുമുറ്റത്തൊക്കെ നിൽക്കുന്ന അതേണ്ട ഈ ഒരു കറിവേപ്പില ഉണ്ടല്ലോ, ഈ ഒരു സാധനം മാത്രം മതി നമ്മുടെ മുടിയെ നല്ല പോലെ കറുപ്പിക്കാൻ കേട്ടോ. അതായത് നമ്മുടെ നര മാറ്റാനും ഈ ഒരൊറ്റ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് വീട്ടിൽ തന്നെ നമ്മുടെ ഒരു ഡൈ പായ്ക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. മുടിക്ക് യാതൊരു കേടുമില്ല. നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ കറിവേപ്പില വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ തലമുടിയുടെ നരം മാറ്റിയെടുക്കുന്നത് എന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. തികച്ചും 101% യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും കറിവേപ്പില കഴുകി ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് തണ്ടിൽ നിന്ന് ഇതെല്ലാം ഇല മാത്രമായിട്ട് എടുക്കണം കേട്ടോ. അപ്പം നമുക്കിന്നൊരു ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തോട്ടാണ് നമ്മൾ ഇത് വറുത്ത് കോരാൻ പോകുന്നത്. അപ്പം നേണ്ട ഞാൻ ഇതുപോലെ ഇവിടെ നല്ല പോലെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ചട്ടി. ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. വേണ്ട ഇത്രയും ഇല ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിക്കകത്തോട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്ത് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് നമുക്ക് നമ്മുടെ കറിവേപ്പിലയെ മാറ്റിയെടുക്കണം കേട്ടോ. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്. അതായത് വെറും കട്ടക്കറുപ്പ്, അതായത് ഭയങ്കര കൺമശി കറുപ്പിലോട്ട് പോകരുത്. അല്ലാതെ തന്നെ ആ ഒരു പരുവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല പോലെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പിലയുടെ ഗുണം എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം, പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഏറ്റവും ഒന്നാമതായ റിസൾട്ട് തരുന്നത് കറിവേപ്പില മുടിക്ക് കറുപ്പാണ് കേട്ടോ. നമ്മുടെ മുടിയിൽ കറുപ്പ് നിറം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കറിവേപ്പില. പിന്നെ നമ്മുടെ മുടി തഴച്ചു വളരാനും എണ്ണ കാച്ചുന്നതിനകത്തായാലും നമ്മളകത്ത് കഴിക്കാൻ വേണ്ടി ആയാലും എല്ലാം നമ്മൾ കറിവേപ്പില ഉപയോഗിക്കും. അപ്പം നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പുകളിലും ഒക്കെ ഇഷ്ടം പോലെ നിൽക്കുന്ന ഒരു ഇതാണ് കറിവേപ്പില. അപ്പം എന്നിട്ട് കറിവേപ്പില ഇതുപോലെ നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പം ഫ്രൈ ആയിട്ടില്ല. തീ കുറച്ച് ഇടയ്ക്കൊന്ന് കുറയ്ക്കാം, ഇടയ്ക്ക് കൂട്ടാം, അങ്ങനെ തന്നെ ആക്കി എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ശേഷം നമ്മളിത് നല്ല പോലെ തണുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കറിവേപ്പില വീട്ടിലുണ്ട് എന്ന് ഉറപ്പുള്ളവരെല്ലാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കലുകളും കാര്യങ്ങളും ഒക്കെ തലമുടിയിൽ തേച്ച് കഴിഞ്ഞാൽ നരയ്ക്ക് ചിലപ്പം അന്നേരം നല്ല കളറ് കിട്ടും, വിസിബിളായിട്ട് തന്നെ. പക്ഷേ മുടിക്ക് ഒരുപാട് കേട് വരും. അപ്പോൾ വേണ്ട ഇതുപോലെ നമ്മുടെ കറിവേപ്പില നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാവേ. കറിവേപ്പില കയ്യിലെടുത്തിട്ട് നമ്മളൊന്ന് കൈവച്ചിട്ട് ഒന്ന് തിരുമുമ്പം പൊടിഞ്ഞു പോകുന്ന ഒരു പരുവാകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ആറാൻ വെക്കാവേ. ആറിയതിന് ശേഷമാണ് നമ്മളിത് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ നല്ലതുപോലെ ആറി മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതേണ്ട ഈ ഒരു പരുവം വേണം. നമ്മുടെ കൈ വെച്ചിട്ട് തിരുമുമ്പം നല്ല പോലെ പൊടിഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനതൊന്ന് പൊടിച്ചിട്ട് വരട്ടെ. ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് പൊടിഞ്ഞു കിട്ടും. എങ്കിലും ഇതിനകത്ത് തരിയുണ്ട്. എത്ര ആയാലും കറിവേപ്പിലയ്ക്ക് ഒരു തരിയുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നല്ല പോലെ നമ്മളൊരു അരിപ്പയ്ക്കകത്ത് നിന്ന് അരിച്ചെടുക്കണേ. നമ്മുടെ ചായ അരിപ്പയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അരിപ്പയ്ക്കകത്തിട്ട് നല്ല പോലെ ഇതൊന്ന് അരിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇത് നമുക്ക് വേണുമ്പം, അതായത് ആഴ്ചയിൽ ഒരു വട്ടം നമ്മൾ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മളൊരു നല്ല ഒരു ടിന്നിനകത്തോട്ട് നോക്കി ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നല്ലവണ്ണം ഒരു ടിന്നിനകത്ത് വെള്ളമയം ഒന്നും ഇല്ലാത്ത ഒരു ടിന്നിനകത്തിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് വേണുമ്പം ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പം നല്ലതുപോലെ കൈവച്ചിട്ട് തന്നെ തിരുമ്മി കൊടുത്തിട്ട് അതിൻ്റെ പൊടി പൗഡർ അത്രയും എടുക്കുന്നുണ്ട്. ബാക്കി കൊത്ത് നമുക്ക് കളയാം കേട്ടോ. പിന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനമാണ്. 2 സാധനമുണ്ട്. അതിനകത്ത് ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ കറ്റാർവാഴയാണ്. കറ്റാർവാഴ മിക്കവാറും അല്ല 90% എല്ലാവരുടെയും വീട്ടുകളിൽ കറ്റാർവാഴ കാണും. അപ്പം ഞാൻ ഇവിടെ ഒരു കറ്റാർവാഴത്തണ്ട് എടുത്തിട്ടുണ്ട്. കറ്റാർവാഴയുടെ 2 സൈഡും നിങ്ങൾക്കറിയാം നല്ല പോലെ ചെത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒരു മഞ്ഞക്കറയുണ്ട്, അത് നമ്മൾ കഴുകിയെടുക്കണം. നമ്മൾ പൈപ്പിൻ്റെ അടുക്ക വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുമ്പം അതിൻ്റെ മഞ്ഞക്കറ അങ്ങ് പോകും. എന്നിട്ട് 2 സൈഡും ചെത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കറ്റാർവാഴയുടെ ജെല്ല് അത്രയും നമുക്ക് എടുക്കണം. എടുത്തിട്ട് കൈ വെച്ചിട്ടോ നമ്മുടെ ഒരു സ്പൂണ് വെച്ചിട്ടോ ആ പാത്രത്തിനകത്തിട്ട് നല്ലതുപോലെ അതൊന്ന് ഒരു ജെല്ലിയാക്കി നമ്മൾ എടുക്കണം കറ്റാർവാഴ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും പൊടി എടുത്താൽ മതി, കറിവേപ്പിലയുടെ പൊടി. ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം.
കറിവേപ്പിലയുടെ പൊടി നമ്മുടെ ഹെയറിൽ എത്രത്തോളം നരയുണ്ടോ അത്രത്തോളം മാത്രം അതിനുവേണ്ടി ആവശ്യമുള്ളതായിട്ടുള്ള മാത്രം കറിവേപ്പിലയുടെ പൊടി എടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ പുറത്തൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരോ പുറത്തൊക്കെ പോകുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടിന്നിനകത്ത് സൂക്ഷിച്ച് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് മാർക്കറ്റിൽ കിട്ടും. പിന്നെ എണ്ണ അതും നമുക്ക് നമ്മുടെ കയ്യിൽ കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും കറ്റാർവാഴ ജെല്ല് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്നൊരു ജെല്ലിയാക്കി ഞാൻ കൈവച്ചിട്ടൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ബ്ലാക്ക് ഹെയർ ഡൈ പാക്ക് റെഡിയാക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാത്രത്തിനകത്ത് ഞാൻ ചെയ്ത് കാണിക്കാവേ. അപ്പോൾ ഇവിടെ ഞാനൊരു 1.5 സ്പൂണോളം നമ്മുടെ കറിവേപ്പിലയുടെ പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയുടെ പൗഡറിനകത്തോട്ട് നമ്മുടെ ഈ ജെല്ല് കറ്റാർവാഴയുടെ ജെല്ല് അത്രയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ആദ്യം മിക്സ് ചെയ്യണേ. നിങ്ങൾക്കിത് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതി. അതായത് മുടി നല്ലതുപോലെ വാഷ് ചെയ്ത് ഷാമ്പു വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കഴുകിക്കളയാം. ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യുക. തുടർന്ന് കുറച്ച് ദിവസങ്ങൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മുടിയുടെ നരയ്ക്ക് നല്ലൊരു മാറ്റം വരും. വെള്ള മുടിയൊക്കെ നല്ലപോലെ കറുപ്പ് വരാൻ തുടങ്ങും. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ കറ്റാർവാഴയുടെ ജെല്ല് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന നമ്മുടെ വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കുക. പിന്നെ വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂറിന് ശേഷം നമ്മുടെ വാഷ് ചെയ്ത് കളയുക. മൈൽഡ് ഷാമ്പു ഉണ്ടെങ്കിൽ ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തിത്താളി വെച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. വിസിബിളായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് പതിയെ വരും. കാരണം നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ മുടിക്ക് യാതൊരു ദോഷവുമില്ല. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കറിവേപ്പിലയും കറ്റാർവാഴയും വെളിച്ചെണ്ണയും മാത്രമാണിത്. അപ്പോൾ ധൈര്യമായിട്ട് 101% നമ്മുടെ ഈ തലനീരിറക്കം ഉള്ളവരൊക്കെ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ. അതേസമയം നമ്മൾ കെമിക്കലൊക്കെ യൂസ് ചെയ്താൽ അവർക്കും പറ്റില്ല. അപ്പം നിങ്ങൾ നോക്കി ഇത് എന്തുമാത്രം കറുപ്പ് കളറിലോട്ട് വന്നിട്ടുണ്ടെന്ന്. നല്ലതുപോലെ കറുപ്പ് കളർ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതി. നിങ്ങളിത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇപ്പം നര എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ നരയുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു രീതിയാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് തേച്ച് കൊടുക്കാം. കാരണം ഇതെല്ലാം കെമിക്കലൊന്നും ഇല്ലാത്ത നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും കറുപ്പ് കളർ നിങ്ങളൊന്ന് നോക്കിയേ എത്രത്തോളം കറുത്തിട്ടുണ്ടെന്ന്. അപ്പം നമ്മുടെ കറിവേപ്പിലയുടെ ആ ഒരു പവർ നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ വന്ന് കമൻറ്റ് ഇടാൻ നിങ്ങൾ ആരും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം അടുത്ത വീഡിയോയിലിട്ട് കാണാം. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റ.